ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ മുറ്റത്തിൻ്റെ അവസ്ഥ നോക്കിയട്ടെ. കൊടുങ്കാറ്റ് വീശിയതൊന്നല്ലേ, ഇത് തേങ്ങ പറിക്കുന്നതാണ്. അപ്പം 2-3 തെങ്ങേ ഉള്ളൂ എങ്കിൽ തേങ്ങ പറിച്ച് കഴിഞ്ഞാൽ ഈ മുറ്റമൊക്കെ വൃത്തിയാക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ അമ്മേ, ഇത് തറവാട് വീടാണ്. അപ്പുറത്തുള്ളത് അനിയത്തിയുടെ വീടാണ്. എല്ലാവരുടെയും ഒരുമിച്ച് തേങ്ങ പറിച്ചത്. അപ്പം അനിയത്തിയൊന്നും സ്ഥലത്തില്ല. പിന്നെ വാടകയ്ക്കാണെങ്കിലും നമ്മൾ തേങ്ങ ഒക്കെ പറിച്ച് അവർക്കൊരു ഡിസ്റ്റർബ് ആണുണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി കൊടുത്തു. അവസാനം ഇനി എൻ്റെ മുറ്റവും കൂടിയുണ്ട്, നന്നായിട്ടൊന്ന് അടിച്ചു വരാം. അപ്പം പിന്നെ തെങ്ങും തടത്തിലുള്ള പുല്ലൊക്കെ കൂടി ഒന്ന് ഞാൻ വൃത്തിയാക്കി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും മര്യാദയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ റൈസൊക്കെ കുക്കറിൽ വേവിച്ചെടുത്ത് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആയിരുന്നു. പുതിനയിലയും മല്ലിച്ചപ്പ് ഒന്നും ഒരിത്തിരി ആയിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അത് ചിക്കനിലിടാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതാ ചിക്കൻ തയ്യാറായി. പക്ഷേ നല്ല രുചിയായിരുന്നു. പിന്നെ വിശന്നാൽ എല്ലാം രുചിയാണല്ലോ. അപ്പം പിന്നെ കഴിക്കട്ടെ. ഇന്ന് ബലി പെരുന്നാളും കൂടിയല്ലേ. എല്ലാവർക്കും ആശംസകൾ ഒന്നുകൂടി പറയുന്നേ. നിങ്ങളുടെ ബലി പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻ്റായി ഇടണേ. അപ്പോൾ ഇന്ന് വെയിലൊക്കെ ഉള്ളത് കൊണ്ട് തേങ്ങയൊക്കെ പറിക്കാനും എല്ലാം ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞു. ഇനി അടുത്ത് തന്നെ മഴ വീണ്ടും വരുന്നുണ്ട് എന്ന് കേൾക്കുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച്, എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയി വരുന്നവരെ കാണാമല്ലേ.